ദൈവാനുഭവം സ്വന്തമാക്കുന്ന എല്ലാ മനുഷ്യരുടെയും ദൗത്യമാണ് ഈശോയെ പങ്കുവയ്ക്കുക എന്നത്, ദൈവവചനത്തിൻ്റെ സാക്ഷികളാകുക എന്നത്, അയക്കപ്പെടുക എന്നത്. ഈ ദൗത്യത്തിൽ വിശേഷവിധിയാൽ പങ്കുപറ്റുന്നവരാണ് മിഷണറിമാർ. പ്രായാധിക്യമോ പ്രായത്തിൻ്റെ അവശതകളോ ഒന്നും തന്നെ ഒരാളുടെ ഉള്ളിൽ മിഷൻ ചൈതന്യം നിറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളല്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഫാദർ ജോൺ തോട്ടപ്പള്ളി. തൻ്റെ 69ാമത്തെ വയസ്സിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാതെ കേരളത്തിൽ നിന്നും കെനിയൻ മണ്ണിലേക്ക് കടന്നുവന്ന് പിന്നീടുള്ള തൻ്റെ ജീവിതം മുഴുവൻ കെനിയൻ ജനതയ്ക്ക് വേണ്ടി, അവരിൽ സുവിശേഷം പരത്തുന്നതിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത തോട്ടപ്പള്ളി അച്ഛനെ നമുക്ക് ഈ സമയം പരിചയപ്പെടാം. അച്ഛനെ കുറിച്ച് അറിയാൻ ഷാലോം കുടുംബാംഗങ്ങൾക്ക്, ഷാലോം പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ ശൈശവം, ബാല്യം, അച്ഛൻ്റെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇതേക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വിശദമാക്കാവോ? എൻ്റെ പേര് ജോൺ തോട്ടാപ്പള്ളി എന്നാണ്. എങ്കിലും ചെറുപ്പത്തിൽ വീട്ടിൽ വിളിച്ചിരുന്നത് ജോണി എന്നാണ്. ഞാൻ ജനിച്ചത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ കാരൂർ ഇടവകയിലാണ്. എൻ്റെ മാതാപിതാക്കൾ ചെറിയക്കുട്ടി, റോസ എന്നിവരാണ്. അവർക്ക് 8 മക്കളുള്ളതിൽ 7ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അച്ഛന് ദൈവവിളി കിട്ടാൻ ഇടവന്ന സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം അച്ഛനൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ പറയാവോ? ഞാൻ ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കാനൊക്കെ താല്പര്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചതിൽ എൻ്റെ വീട്ടുകാർ ഒരുമിച്ച് വർഷം തോറും പിന്നെയും ഇടയ്ക്കും അമ്പഴേക്കാട്ട് കോയന്തയിൽ പോകാറുണ്ട്. അവിടെ പോകുമ്പോൾ ആരാധനയിൽ പങ്കുചേരുകയും അപ്പോൾ അച്ഛന്മാരും നവസന്യാസവും മറ്റും പ്രാർത്ഥിക്കുന്നു കാണുമ്പോൾ എനിക്കും ഒരു വൈദികനായാൽ നല്ലതല്ലേ എന്ന് മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയായിട്ട് അനുഭവപ്പെട്ടു. വീണ്ടും വീണ്ടും അത് വന്നതിനാൽ ഞാൻ അമ്പയാട്ട് കോയന്തയിൽ പോയി പ്രിയർച്ചോടും പിന്നെ പ്രൊൻഷ്യാളിച്ചോടും ചേർന്ന് വരന്തൽപ്പള്ളി പോയി ആസ്പെൻ്റായിട്ട് ചേർന്നു. അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്രൈസ്റ്റ് കോളേജിൽ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വർഷത്തെ പഠിപ്പിക്കൽ കഴിഞ്ഞ്, അതായത് അധ്യാപക ജോലി ഒരു വർഷം നിർവഹിച്ചതിന് ശേഷം പിന്നീട് തിയോളജി പഠനത്തിന് പോവായിരുന്നു. ബാംഗ്ലൂർ തിയോളജിക്ക് പോയി 3 വർഷം അവിടെ പഠിച്ച് ഞാൻ 1972 ഡിസംബർ 18 എറണാകുളത്ത് കാർഡിനൽ ജോസഫ് വിധേയത്തിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചത്. തൻ്റെ 30ാമത്തെ വയസ്സിൽ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച കണക്കിൽ മാസ്റ്റേഴ്സ് ബിരുദമുള്ള ജോൺ അച്ഛൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം മിഷനിലേക്ക് പോകുവാൻ തയ്യാറാവുകയായിരുന്നു. ഇന്നത്തെ കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അന്നത്തെ പല രീതികളും നമുക്ക് വലിയ ആശ്ചര്യം ഉളവാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയോ ചെയ്താൽ അതെന്താണോ അത് ഒരു ചെറിയ ബോർഡിൽ എഴുതി അതിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ട് നടക്കുന്ന ഒരു ദിവസം മുഴുവൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ വീഞ്ഞ് എടുക്കുന്ന കുപ്പി എടുത്തപ്പോൾ അത് താഴെ വീണു, ഗുരുവച്ച പൊട്ടി, താഴെ വീണു എന്നല്ല പറഞ്ഞത്, കുപ്പി താഴെ വീഴില്ല, അച്ഛൻ താഴെ ഇട്ടു എന്ന് പറഞ്ഞു. അച്ഛനാണ് അതിൻ്റെ ഉടമസ്ഥൻ, കുപ്പിയല്ല വീഴാൻ കാരണം. കുപ്പി എങ്ങനെ താഴെ വീഴണേ? അപ്പം അച്ഛൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് അപ്പം ഞാൻ കുപ്പി ഉടച്ചു എന്ന് പറയണം. അത്രയും സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ജീവിതത്തിൽ തെറ്റ് എന്ന് പറയുന്നത് എൻ്റെയാണ്, അത് വേറൊരാൾക്ക് ചാരി കൊടുക്കാതെ ജീവിക്കണം. അതാണ് അന്നത്തെ ഞങ്ങളുടെ ഗർവാസനായിരുന്നു നോയിസ് മാസ്റ്റർ. ഗർവാസന പരിചയം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന
ശൈലി അതായിരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനായിരിക്കെ തന്നെ ചാലക്കുടി പുല്ലൂരിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി പ്രശസ്തമായ സെയിന്റ് മേരീസ് ITC ആരംഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പാവറട്ടിയിൽ ഒരു +2 സ്കൂൾ ജോൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ അച്ഛൻ കെനിയനിലെ ഒരു മിഷണറി എന്ന നിലയിൽ പോയത് അച്ഛൻ്റെ 69ാമത്തെ വയസ്സിലാണ്. സാധാരണഗതിയിൽ 69 വയസ്സ് അല്ലെങ്കിൽ 69-70 എന്നൊക്കെ പറയുമ്പോൾ ഭൂരിപക്ഷം പേരും ഒരു വിശ്രമ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന പിന്നെ ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അച്ഛൻ ആ പ്രായത്തിൽ, അതായത് 69ാം വയസ്സിൽ ഒരു അവസരം കിട്ടിയപ്പോൾ, അതുവരെ സഭ ഏൽപ്പിച്ച, അധികാരികളെ ഏൽപ്പിച്ച ദൗത്യം വിധേയത്വത്തോടനുസരിച്ച് അച്ഛൻ അതാത് കാലഘട്ടങ്ങളിൽ നിർവഹിച്ചു. പക്ഷേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഇത്രയും ദൂരെ, അതും പുതിയ ഭാഷ, പുതിയ സ്ഥലം, പുതിയ സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അച്ഛൻ്റെ ആ രക്ഷിതാവസ്ഥയിലേക്ക് അച്ഛൻ പോകുമ്പോൾ അച്ഛന് ആ സമയത്തുണ്ടായൊരു വികാരം എന്താണെന്ന് അച്ഛന് പറയാൻ പറ്റുമോ? ഞാൻ ഇതിന് മുമ്പ് 92 ഈ കെനിയയിലും മഡഗാസ്കറിലും കുറച്ച് നാൾ താമസമുണ്ട്. എനിക്ക് എൻ്റെ ഓഡിറ്ററായിരുന്നു ഒരു മാസക്കാലം. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഇതുവരെ എന്നെ അനുഭവിച്ചില്ലെങ്കിലും പൊൻഷാൾച്ചും പോകുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മനപ്രയാസം ഉണ്ടെന്നുള്ള എൻ്റെ അഗാധതയിൽ പോലും വന്നിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, കൊലപാതകങ്ങളും വെടിവെക്കലും കളവും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതെൻ്റെ മനസ്സിലൊന്നും കാര്യമായിട്ട് വന്നില്ല. ഞാനവിടെ പോയി എനിക്ക് പറ്റുന്ന ജോലി ചെയ്യുന്നു. മിഷണറി ആകാനുള്ളൊരു ആവേശമായിരുന്നു. അത് മാത്രമല്ല, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു അച്ഛനായതുകൊണ്ട് അവിടെയും വിദ്യ പകർന്നു കൊടുക്കാം. വളരെ ദരിദ്രരും പാവപ്പെട്ടവരും, വീടില്ല, പറമ്പില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ മുമ്പ് കണ്ടു നിൽക്കാം. എങ്കിലും അവരെയും വിദ്യ അഭ്യസിക്കുകയും പിന്നെ സുവിശേഷ വേല എന്ന് പറഞ്ഞ ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാനെന്നുള്ള ആഗ്രഹം കൊണ്ട്, മറിച്ച് എനിക്കൊരു പ്രയാസം എന്നുള്ളത് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല. അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിട്ടില്ല, വിഷമം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ആ യാത്രയിൽ തന്നെ ഒത്തിരി ക്ലേശങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അച്ഛൻ ഫേസ് ചെയ്തതായി കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. അത് അച്ഛനൊന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അവിടുത്തെ മച്ചാക്കോസ് ബിഷപ്പിന് ലാൻഡ് ലൈൻ ഫോൺ വഴിക്ക് അറിയിച്ചു. അപ്പം അദ്ദേഹം, ഞാൻ നിങ്ങളുടെ അച്ഛന്മാരെ അറിയിക്കാം, അച്ഛന്മാർ വന്നുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സംഭവിച്ചത്, ഞാൻ അവിടെ ചെന്നപ്പോൾ ആരുമില്ല. ചെന്നത് പാതിരായ്ക്കായിരുന്നു. അപ്പോൾ ആ രാത്രി ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഉദ്ദേശിച്ചത് കെനിയ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ, കെനിയ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ആരും എന്നെ കൊണ്ടുപോകാൻ വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് കുറേ നേരം, 1 മണിക്കൂർ നേരം അവിടെ ചുറ്റിപ്പറ്റി നടന്നു, 2 മണിക്കൂറായിട്ട്. അപ്പോൾ കുറച്ച് വിസിറ്റേഴ്സ്. നേരം നമ്മുടെ CMI ഹൗസുകളിലും ഫോണില്ല, അന്ന് ഫോണില്ല. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ വിളിച്ച് ഇവിടെ നിന്ന് വിളിച്ചതിന് ശേഷമാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ വീണ്ടും ബിഷപ്പിനെ വിളിച്ചു നോക്കി. പാതിരിയാണ്, വിളിക്കാനായിട്ടൊരു മാർഗ്ഗമില്ല. എയർപോർട്ടിൽ നിന്ന് അവർ തന്നാലുള്ളൂ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ അതിൻ്റെ ടൂറിസ്റ്റുകാരുടെ കൂടെ അവരുടെ വണ്ടിയിൽ കയറിപ്പോയി. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് താമസിച്ച്, വിദേശ രാജ്യം വന്നവരുടെ കൂടെ അവർക്കൊരു വണ്ടി, അവർ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 പേര് പോകുന്നതാണ്. അവരോട് ഞാനും പോയി ഒരു സ്ഥലത്ത് ചെന്ന് ആ ഹോട്ടലിൽ ഞാനും താമസിച്ചു. പുലർച്ചെ ആയപ്പോൾ ഹോട്ടലുകളുടെ സഹായത്തോടെ എനിക്ക് പോകേണ്ട മച്ചാക്കോസിലേക്ക് ഞാൻ ഒരു എന്താണ് നമ്മുടെ ഭാഷയുടെ ഒരു തല്ലിപ്പുളി വണ്ടിയിൽ കയറി ഞാനും പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഈ പള്ളിയുടെ വാതിക്കാണ് ഈ വണ്ടി നിർത്തിയത്. അപ്പോൾ പള്ളിയിൽ കയറി ചെന്നപ്പോൾ അച്ഛൻ കുർബാനയിലാണ്. അപ്പോൾ ഞാൻ കുറേ നേരം നിന്നിട്ട് അച്ഛൻ കുർബാന കഴിയുമ്പോൾ അച്ഛൻ്റെ പള്ളികളിലേക്ക് ഓടിച്ചത്. ഞാൻ സമ്മതിക്കില്ല, ഈ ജാതി കള്ളന്മാരും നുണ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്, താൻ അച്ഛനതല്ല, ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ അവനെ വിളിച്ചു നോക്ക്, എഡ്വേഡച്ഛനെയോ കല്ലേലച്ഛനോ വിളിച്ചു നോക്ക്. അത് 2 പേരും അറിയാവുന്ന പറഞ്ഞു. അവരുടെ കയ്യിൽ എന്തോ ഒരു ഫോണുണ്ട്, കിട്ടിയാൽ കിട്ടി. അങ്ങനെ അവർ വിളിച്ച് ഈ അച്ഛൻ അവരെ വിളിക്കുക, അത് മതി, അച്ഛൻ ഇത്രയും സഹായം എനിക്ക് ചെയ്തതാണ്, നിങ്ങൾ ഈ രൂപതയിൽ വർക്ക് ചെയ്യുന്നല്ലേ. അപ്പോൾ അച്ഛൻ ഒന്ന് അവർ വിളിക്കുന്നത്, അച്ഛൻ പിന്നത്തെ കാര്യം പിന്നെ ആവട്ടെ. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ എഡ്വേഡച്ഛനോ കല്യാണിച്ചനോ ഫോണിലെടുത്തു. അപ്പോൾ ഞാൻ കാലത്ത് ചെന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 5 മണി 6 മണി ആയപ്പോൾ അവർ എത്തി. അങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ അരികെ ഞാൻ പോയി. അപ്പോൾ അവിടുത്തെ അച്ഛന് അങ്ങനെ ഒരു ഡൗട്ട് തോന്നാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഇത് ഈ ആഫ്രിക്ക, കെനിയ അല്ലെങ്കിൽ ടൻസാനിയ, ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്
ഒരുപാട് കളവും കൊലപാതകങ്ങളും സാധാരണയാണ്. അവിടെ ഒരാൾ യാത്ര കഴിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഇത് സംഭവിച്ചിട്ടുണ്ട്. കാറിൽ പോകുമ്പോൾ കാർ ഇവർ തടയുന്നു, തോക്കെടുത്തു. വെടി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മാത്രമല്ല, വെടി കിട്ടിയിട്ടില്ല അച്ഛന്മാർ വെടി കിട്ടിയിട്ടില്ലെങ്കിലും തോക്കെടുത്ത് എൻ്റെ മാത്രമല്ല പല അച്ഛന്മാരുടെയും ഉണ്ട് സംഭവിച്ചാണ് കഴിയുക. അപ്പോൾ അതൊരു കോമൺ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടാൽ എന്ന് വിചാരിച്ചിട്ട് കാറിൽ കയറുകയാണെങ്കിൽ കണ്ടിന്യൂസ് പ്രാർത്ഥനയുള്ളൂ, വർത്തമാനം പറയൽ ഞങ്ങൾക്ക് സാധിക്കില്ല അത്രയും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ അത് തന്നെ ഞങ്ങളെ സഹായിച്ചു വളരാനായിട്ട്. കാരണം ഇവിടുന്ന് പുറപ്പെട്ടാൽ ഇപ്പോൾ ഞാൻ കെനിയയിൽ നിന്ന് ഇപ്പോൾ നൈറോബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ വേറെ ഗുംഗയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ബിയൂണിയിലെത്തണം, എത്തിയെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഫുൾ ടൈം പ്രാർത്ഥിച്ചു. പക്ഷേ കുഴപ്പമൊന്നും കൂടാതെ എത്തിയിട്ടുണ്ട്. എന്നാലും അതിനിടയ്ക്ക് പല പ്രാവശ്യം കള്ളന്മാർ തടഞ്ഞിട്ടുണ്ട്, വെടിവെച്ചിട്ടില്ല, വെടി കൊള്ളാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മോഷണം സംഭവിച്ചിട്ടുണ്ടോ? മോഷണം സംഭവിച്ചിട്ടുണ്ട് പലതും. ഞാൻ താമസിച്ച മുറിയിൽ നിന്ന് വന്ന് അവർ എൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും പോകില്ല, സത്യം അങ്ങനെയാണ്. പക്ഷെ അച്ഛന് വീണ്ടും ഒരു അവസരം അങ്ങോട്ട് പോകാൻ, മിഷണറി ആയിട്ട് പോകാൻ അവസരം കിട്ടിയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളുടെ മധ്യേ, അല്ലെങ്കിൽ ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും ചെല്ലാൻ അച്ഛനെ പ്രേരിപ്പിച്ച ആ ഊർജം എന്താണ്? അതിൻ്റെ കാരണം നമ്മുടെ അച്ഛന്മാർ, ഈ പറയുന്ന അച്ഛന്മാർ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പോകുന്ന കാലത്ത് അന്ന് പോയതിന് ശേഷം പിന്നെ ഒരു 12 വർഷം കഴിഞ്ഞ് ഈ അച്ഛന്മാർ അവിടെ ജോലി ചെയ്യുന്നില്ലേ. നമ്മൾ പറയുന്ന പോലെ അവനും അവനോക്കും വിശുദ്ധയാകും, എനിക്ക് എന്തുകൊണ്ട് വിശുദ്ധ. ഈ അച്ഛന്മാർ കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നതിന് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഏറി വന്നാൽ ഞാൻ മരിക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ മരിച്ചൊരു വേദസാക്ഷി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ റാണി മരിയ ഇൻഡോറിൽ മരിച്ചപ്പോൾ വേദസാക്ഷി വിശുദ്ധയാക്കാൻ പരിശോധിക്കുന്നു. അപ്പം ഞാനും മരിച്ചാൽ ഒരു വേദസാക്ഷി എന്ന് പറയാനല്ലാണ്ട് വേറെ സുഖസൗകര്യത്തിന് പോയതല്ല. അപ്പം അതുകൊണ്ട് മനസ്സിൽ യാതൊരു പ്രയാസവും എനിക്ക് അനുഭവപ്പെട്ടില്ല. 30-ാമത്തെ വയസ്സിൽ വൈദിക വ്രതം എടുക്കുമ്പോൾ ബൈബിൾ തൊട്ടെടുത്ത വാഗ്ദാനം, ബൈബിൾ പഠിക്കുക, പ്രസംഗിക്കുക, ജീവിക്കുക, അങ്ങനെ തന്നെ വ്രതം പ്രാവർത്തികമാക്കിയ വൈദികനാണ് ജോൺ തോട്ടപ്പള്ളി അച്ഛൻ. 60-ാമത്തെ വയസ്സിൽ മിഷണറിയായി വന്ന് ആഫ്രിക്കയിലെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിന് വസിക്കുന്ന ഇടമാക്കി ഇവിടുത്തെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും അനുഗ്രഹമായി മാറി. മിഷണറി ആയിട്ട് 69-ാമത്തെ വയസ്സിൽ അവിടെ ചെന്നതിന് ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ അച്ഛൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ തന്നെ ഒരു പ്രധാന കാര്യമാണ് ഇന്നവിടെ ഒരു വലിയ ധ്യാന കേന്ദ്രമുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർക്ക് ഒരുമിച്ച് കൂടാവുന്ന ഒരു വലിയൊരു ധ്യാന കേന്ദ്രം. അതിന് തുടക്കമിടാൻ കാരണക്കാരനായത് അച്ഛനാണ്. അച്ഛന് അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാവോ? ഞങ്ങൾക്ക് അന്ന് ഒരു ഹൗസ് ഉണ്ട്, മുളലോങ്കോ എന്ന് പറയുന്ന സ്ഥലത്ത്. ഹൗസില്ല, അതായത് അവിടെ ഒരു സ്കൂൾ ഞങ്ങൾക്ക് രൂപതയുടെ സപ്പോർട്ടോടുകൂടി തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥലം രൂപതയുടെ തന്നെ. അപ്പോൾ അവിടെ സ്റ്റാഫിനും താമസിക്കാനായിട്ട്, അപ്പോൾ ആ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം താമസിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 120 കിലോമീറ്റർ അകലെ മക്കുട്ടാന എന്ന സ്ഥലത്ത് ഒരു കുറേയധികം ഭൂമി വാങ്ങിച്ചു, ഒരു 46 ഏക്കർ ഭൂമി വാങ്ങിക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു സ്കൂൾ പണിയുന്നത് നല്ലതാണെന്ന് ഞങ്ങൾ അച്ഛന്മാരും മീറ്റിംഗ് കൂടി ഇപ്പോൾ പ്രൊൻഷാച്ചും കൂടി പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു, എന്നത് ജോൺ തോട്ടാപ്പള്ളി അച്ഛനെ ഏൽപ്പിക്കാം, അച്ഛൻ പോയി നടത്തട്ടെ. അപ്പം ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പം ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ട് സാധാരണ ലൊക്കട വണ്ടി എന്ന് പറയും, ഇങ്ങനെ ആ വണ്ടിയിൽ ബസ് കയറി, ഇവിടുത്തെ ലൈൻ ബസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ ക്വാളിറ്റി ഒന്നും അവിടെ ഇല്ല. എങ്കിൽ അതിൽ കയറി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ സ്ഥലത്ത് എത്തും. എന്നിട്ട് അവിടെ പണിയാൻ എന്ത് ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നോയിഷേറ്റ് ഹൗസിൽ താമസിച്ച് പിന്നെ സ്ഥലം വാങ്ങിച്ച കാരണമുണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് അവിടെ കാടുകളൊക്കെ വെട്ടിച്ച് അങ്ങനെ വെട്ടി ഒരു 5-6 മാസം അത് എടുത്തു കഴിഞ്ഞപ്പോൾ വീട് അവിടെ ഒരു സ്കൂൾ പണിയാമെന്നുള്ളൂ. സ്കൂൾ പണിയാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ കെട്ടിയ സ്ഥലത്ത് ആദ്യം 2 മുറി പണിതു. അപ്പം ഞാൻ അവിടെ താമസിച്ചു. ഒരു വർഷം ഞാൻ തനിച്ച് 1 വർഷം ആരുമില്ലാതെ താമസിച്ചു. ജിജോ തീതായി എന്ന് പറഞ്ഞ അച്ഛനൊക്കെ അവിടെ ഈ കെട്ടിടം പണിയാനും സ്കൂൾ പണിയാനും പിന്നെ കരാബയിലും ഞാൻ താമസിച്ച സ്ഥലത്ത് ഇടയ്ക്കൊക്കെ വന്നിരുന്നു. പോളറക്കിലൊക്കെ എന്നെ സഹായിക്കാനും അവിടുത്തെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ഞാൻ അവിടെ താമസിച്ചെന്ന് പറയുന്നത് ഭീകരത്വം തന്നെയാണ്. അതിൻ്റെ അടുത്ത് ഒരു 2 കിലോമീറ്റർ അടുത്ത് ഒരു മനുഷ്യമില്ല. ഈ ഞങ്ങൾ പറയും ആഫ്രിക്കൻ വനാന്തരത്തിൽ ഏകനായിട്ട് ജീവിച്ചു.
അത് പക്ഷേ എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനെ വേദനിച്ചിട്ടുണ്ടെങ്കിലും ദൈവം എന്നെ ഒരുപാട് സഹായിച്ചു. ആ 1 വർഷം അവിടെ താമസിച്ചിട്ട് ഒരു കള്ളനും വന്നില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല. വയസ്സിലും ക്രിസ്തുവിൻ്റെ മുഖമായി ഇവിടങ്ങളിൽ ഇന്നും നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന തോട്ടപ്പള്ളി അച്ഛൻ സഭയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ്. അച്ഛൻ അവിടെ തുടങ്ങിയ വിദ്യാലയം അതിപ്പോൾ 10ാം ക്ലാസ് വരെയായി, ഒത്തിരി വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അത് ഒരു വശത്ത്. അതേ ക്യാമ്പസിൽ തന്നെയാണ് അച്ഛൻ ഒരു ധ്യാന കേന്ദ്രത്തിന് തുടക്കമിടാൻ സാധിച്ചത്. അതിനെക്കുറിച്ചൊന്ന്. മക്കുട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളൊക്കെ പണിയുമ്പോൾ എൻ്റെ അഗാധതയിൽ ഒരു ധ്യാനിപ്പിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു ത്യാഗം സഹിക്കണമെന്നൊരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം സ്കൂൾ പണിത് കഴിഞ്ഞു. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലവും പണിത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പരിശ്രമിക്കാമെന്നായി. അപ്പോൾ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ ഞാൻ ആ സ്കൂൾ പണിത് കഴിഞ്ഞു, ആശ്രമം പണിത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തറക്കല്ലിട്ടു. 1 വർഷം കൊണ്ട് എങ്ങനെയോ ദൈവം സഹായിച്ചിട്ട് അത് കെട്ടിടമായി. അപ്പോൾ ധ്യാന കേന്ദ്രം തുടങ്ങുകയും ചെയ്തു. അച്ഛൻ്റെ പിൻഗാമിയായി വന്ന ക്രിസ്റ്റഫർ അച്ഛൻ കെനിയൻ മണ്ണിൽ നിന്ന് CMI സഭയ്ക്ക് വേണ്ടി ദൈവവിളി സ്വീകരിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് ഇന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ വലിയൊരു ധ്യാനഗുരുവായി കെനിയയിൽ മുഴുവൻ വചനപ്രഘോഷണം നിർവഹിക്കുന്ന ഒരു വൈദികനാണ്. മാത്രമല്ല അദ്ദേഹം ആ രൂപതയുടെ ഔദ്യോഗിക എക്സോർസിസ്റ്റ് കൂടെയാണ്. നമുക്ക് ക്രിസ്റ്റഫർ അച്ഛൻ്റെ വാക്കുകൾ ഈ സമയം ഒന്ന് കേൾക്കാം. I am Father Christopher Makau Masila. I come from Kenya. I was ordained in 2012 together with 2 other fathers, Father Peter and Father Julius. And we were the first CMI priests in Kenya. Since then, I came to Makutano and I worked under Father John Thotapuli. Father John Thotapuli was a great inspiration for me during that time, under whom I worked also as a regent when I was a seminarian. Father John was a hard-working priest, and he did a lot of things to make the constructions right from the bush to buildings, the school, the convent, the retreat center, and our CMI Father's house. Father John was very well known by the local people here, and it is with the cooperation of the local people that he was able to do many things. They helped him in getting a number of permissions in establishing the schools. Father John was a jovial, loving priest, as well as a priest who was focused in his work. We invited Father John as a region to our region to come and celebrate with us the Ruby Jubilee. Along with that, he also celebrated his 50th Golden Jubilee of priesthood. And so we were happy to be with him for his presence here with us. He is strong, he is healthy, and he is happy as well. Rolling.
He came to visit our school, and we had a celebration with him as well. We appreciated him, and the children showed a lot of love to him. As a great grandfather, they were embracing him and cherishing his warmth, hospitality with the children. He loves children and he cares for the children. We are proud of Father John, and may God bless him abundantly. നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ 50 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന അച്ഛന് ഇനിയും തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ കഴിയട്ടെ. ജോണച്ച, നമ്മുടെ നാട്ടിൽ വിശ്വാസം സ്വീകരിച്ചിട്ട് ഏകദേശം 2000-ലധികം വർഷമായി. എന്നാലൊരു 2 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല കെനിയയിലുള്ളവർ വിശ്വാസം സ്വീകരിച്ചിട്ട്. പക്ഷെ നമ്മൾ ഈ വിശ്വാസത്തിലുള്ള അവരുടെ പങ്കാളിത്തം താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ ആഴമാ വിധത്തിലുള്ളൊരു ആത്മീയ അനുഭവം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും ഒക്കെയുള്ള അവരുടെ പങ്കാളിത്തം കാണുമ്പോൾ അച്ഛന് തോന്നിയിട്ടുള്ള അതൊന്ന് പറയാമോ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കുർബാനയിൽ പങ്കുവരുന്ന ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായിട്ട് മുഴുകിയിട്ടാണ്. അതായത് പള്ളിയിലേക്ക് വരിക, നല്ല വസ്ത്രം ധരിച്ച് വരിക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പാസീവ് ആക്റ്റീവ് എന്ന് നമ്മൾ പറയുന്ന പോലെ അവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. പള്ളിയുടെ ഇപ്പോൾ യുവാക്കളോ യുവതികളോ ഏറ്റവും ഫ്രണ്ടിൽ വരാൻ പാടില്ല, ബാക്കിലോ നിൽക്കാൻ പാടുള്ളൂ. യുവാക്കളോ യുവതികളായാലും മറ്റുള്ളവർ കാണും. അത് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. മറ്റൊരാൾ കാണുന്നോ മറ്റൊരാൾ നോക്കുന്നോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം എന്താണെന്നോ അവരുടെ ശൈലി എന്താണെന്നോ അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അവൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അവർ ഇതിൽ ഇമ്മേഴ്സ് ചെയ്തു. അപ്പോൾ അവർക്ക് അതിൽ വന്നിട്ട് ആ കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ്, പാട്ടുപാടുക, ഡാൻസ് ചെയ്യുക, നേർച്ചയിടുക, അതുപോലെ മുഴുവൻ സമയം ആ ഈശോയെ ആരാധിച്ചു വന്ദിച്ചു ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകാമെന്നുള്ളൂ.
തിരുപ്പട്ടം നടക്കുമ്പോഴും ഇതുപോലെ 6-7 മണിക്കൂറുകളൊക്കെ ഓർഡിനേഷൻ നടക്കുന്ന സമയത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഘോഷം ഉണ്ടാകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല, അവർക്ക് അതിൽ വിഷമില്ല. അതായത് ഇതിപ്പോൾ നമുക്ക് ഈ പട്ടം ഇപ്പോൾ 2 മണിക്കൂർ, നമ്മളിവിടെ 1 മണിക്കൂറായോ അരമണിക്കൂറായോ നമുക്ക് ഇങ്ങനെ വാച്ച് നോക്കാമെന്നില്ലേ, അവർക്കങ്ങനെ വാച്ച് നോക്കേണ്ട വിഷയമില്ലാന്ന്. ഈ നമ്മളിപ്പോൾ പള്ളിയിൽ ക്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്കിലാണ് ഈ നമ്മുടെ ആൾക്കാർ മനസ്സ് പതിയുന്നത്. ക്ലോക്കിൽ സമയം എത്രയായി, അത് ഇപ്പോൾ അരമണിക്കൂറായാലും നമുക്ക് അവിടെ എങ്ങനെ ക്ലോക്ക് വയ്ക്കുന്നുമില്ല, ആ സമയം നോക്കുന്നുമില്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. അത്രയും അതിൽ ഇൻവോൾവ് ചെയ്ത് ഇമ്മേഴ്സ് ചെയ്തിട്ട് അവർ അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. അതിൻ്റെ കാരണം അതാണ്. 2007 മുന്നേ ഈ മക്കുഡാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വിജന പ്രദേശമായിരുന്നു, ഒരു കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു. ബഹുമാനോട് ജോൺ തൊട്ടപ്പള്ളിച്ചൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ കാട് നാടിന് തുല്യമായി മാറുകയാണ് ചെയ്തത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തല്ലൂർ നമ്മുടെ CMI സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ UP പഠിക്കുന്ന സമയത്ത് ബഹുമാന ജോൺ തൊട്ടപ്പള്ളിച്ചനായിരുന്നു അവിടുത്തെ മാനേജർ അച്ഛൻ. അന്നു മുതൽ ഞാൻ അച്ഛനെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് അച്ഛൻ്റെ ആ ഒരു ജീവിതം കണ്ടപ്പോഴാണ് അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു അച്ഛനാവണം എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നത്. അച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥനയും പ്രവർത്തനവും ചേർന്ന ഒരു ജീവിതം എനിക്ക് വളരെയധികം മാതൃകപരമായിരുന്നു. നാട്ടിലെ അധ്യാപന ജീവിതം കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്ന ആ സമയത്ത് നാടിനെ ഉപേക്ഷിച്ച് ഈ വിജന പ്രദേശത്തേക്ക് വന്ന് ഇവിടെ ഒരു അനുഗ്രഹപൂരിതമായ ഒരു സ്ഥലമാക്കി മാറ്റുവാൻ അച്ഛന് ഈ മക്കുഡാന എന്ന സ്ഥലത്തിന് സാധിച്ചു. തിരുപ്പട്ട സ്വീകരണത്തെ 50 വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന് എല്ലാവിധ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ഈ CMI കമ്മ്യൂണിറ്റിയുടെ പേരിൽ പ്രത്യേകമായി നേരുന്നു. ജോണച്ച, അച്ഛൻ്റെ ഇത്രയും നാളത്തെ കെനിയൻ മിഷൻ അനുഭവങ്ങളിൽ നിന്ന് അച്ഛനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഓർത്തിരിക്കാവുന്ന ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവും. ഞാൻ വൈദികനായിട്ട് ഇപ്പോൾ 50ാം വർഷം ആണ്. ഈ 50ാം വർഷത്തിൽ കെനിയയിൽ എന്നെ അവിടുത്തെ പല സ്ഥലങ്ങളിലും ജനങ്ങൾ സ്വീകരിച്ചു, വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ പറഞ്ഞ പോലെ നല്ലപോലെ പാട്ടുപാടി ഡാൻസ് ചെയ്ത് സമ്മാനങ്ങൾ തന്ന് വളരെ ആത്മാർത്ഥമായിട്ടും സന്തോഷമായിട്ടും വളരെ ജാഗ്രത. അപ്പോൾ 50 വർഷം വൈദികനായിട്ട് സർവ് ചെയ്തു. അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി, നാടിനു വേണ്ടി ബിഷപ്പൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് എൻ്റെ അവിടുത്തെ ആ ലോക്കൽ ബിഷപ്പൊക്കെ വന്ന് വളരെ സന്തോഷത്തോടെ വന്നിട്ട്, കാരണം ആ രൂപതയിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പം അതൊക്കെ ഒരു നല്ല അവസരമായിട്ട് ഈ 50 വർഷത്തെ കുർബാനയും അവിടുത്തെ മറ്റ് ആഘോഷങ്ങളൊക്കെ അതിനകത്ത് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. അച്ഛന് ഈ ഒരു അവസരത്തിൽ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്, ഈ ഷാലോം കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് അച്ഛന് പറയാനുള്ള സന്ദേശം എന്താണ്? പറയുകയാണെങ്കിൽ ഇപ്പോൾ കർത്താവ് 12 സ്ത്രീഹന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു, അവർ അവനോടുകൂടി ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും അവരെ പറഞ്ഞയച്ചു. അപ്പം എന്ന് പറയുന്ന കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും അതേസമയം സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ സുവിശേഷ വാചകം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും ഞാൻ പരിശ്രമിച്ചു. കൊച്ചുറേസ്യ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവൾ പ്രേക്ഷിതയായി തീർന്നു. ലോകത്തിലെ കത്തോലിക്കാ സഭ ഏറ്റവും വലിയ പ്രേക്ഷിതയായിട്ട് അവളെ പ്രഖ്യാപിച്ചു. കാരണം അവളൊരു ഏകാന്തതയിൽ സ്വന്തം മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഈ സാധാരണ മനുഷ്യരും മറ്റുള്ളവർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർ ഈ സുവിശേഷ വേലയാണ് ചെയ്യുന്നത്. അതുവഴിയായിട്ട് നമ്മളൊരു ചെറിയ ത്യാഗം കൊടുത്താലും, കർത്താവ് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പോൾ ആ പ്രതിഫലം എന്ന് പറയുന്നത് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അത് കിട്ടുകയും ചെയ്യും.